ഹലോ, ആരാണ്? ആരൊക്കെ ഉണ്ടല്ലോ? താഴെ കമൻറ്റിലൂടെ വാ, ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തോ, ലൈക്ക് ചെയ്തോ. ആരാണെന്ന് അറിയാൻ പാടില്ലാതിരിക്കേണ്ട ആളുകളൊന്നല്ലല്ലോ നമ്മൾ. താഴെ ഇറങ്ങി വരൂ, കമൻറ്റ് ചെയ്യൂ. കുറേ സുഹൃത്തുക്കൾ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. ഈ വരുന്നു പോകുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയല്ലേ നമുക്ക് ആവശ്യം. പുഞ്ചിരിക്കാൻ മറന്ന മുഖങ്ങളാണ് ഇപ്പോൾ പലരും. ആ പുഞ്ചിരിക്കാൻ മറന്ന മുഖങ്ങളെല്ലാം മാറ്റി പുഞ്ചിരി വിടരട്ടെ, പുഞ്ചിരി വിടരട്ടെ, പ്രകാശം പരക്കട്ടെ. അല്ല, പ്രകാശം പരക്കട്ടെ എന്ന് പറഞ്ഞ പോലെ പുഞ്ചിരി വിടരട്ടെ. ഹലോ, വെൽക്കം വെൽക്കം വെൽക്കം. പറഞ്ഞോളൂ പറഞ്ഞോളൂ, താഴെ വരൂ, കമൻറ്റിലൂടെ വരൂ. ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അത് രണ്ടുമാണ് നമുക്ക് മെയിൻ പ്രധാനം. അതിനോട് കൂടെ ചേർന്ന് നമുക്ക് വിശേഷങ്ങൾ പറയാം. താഴെ വന്നാൽ ആണ് വിശേഷങ്ങൾ പറയാൻ പറ്റുള്ളൂ. മുറ്റം നിറയെ പടരും പകർന്നാടും. കമോൺ കമോൺ കമോൺ, വെൽക്കം വെൽക്കം. ഓടിച്ചാടി വരൂ, ലൈക്ക് അടിച്ച് ചാടി നിറഞ്ഞു വരൂ, താഴേക്ക് വരൂ, കമൻറ്റിലൂടെ വരൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാര്യം പറയാമെന്ന് വെച്ചത്, എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ മക്കൾക്ക് വഴികാട്ടികളാവേണ്ടത് എന്നുള്ളൊരു സംഭവമാണ്. അത് സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നതാണ്. നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരങ്ങൾ നമ്മളെ മക്കളെ ബാധിക്കുന്നുണ്ടോ എന്നല്ല, ബാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ സമയങ്ങളിൽ, എങ്ങനെയൊക്കെ രീതികളിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. ഈ ചിന്തിക്കാതെ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഗൈഡൻസ് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. കാരണം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയല്ല, അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളോട് അല്ലെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് എന്ത് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഗൈഡൻസ് കൊടുക്കുക? ഞാൻ ഇത്രത്തോളം ഉപയോഗിക്കുന്ന ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കളെ ശാസിക്കുക എന്നൊരു തോന്നൽ നമ്മളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഇല്ലേ? അപ്പോൾ അതിനാണ് എപ്പോഴും പറയുന്നത്, നമ്മളും അതായത് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെന്ന സമൂഹത്തോട്, അതായത് മാതാപിതാക്കളായ സമൂഹങ്ങളോട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൺട്രോൾഡ് ആണ് എങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മളുടെ മക്കൾ പഠിക്കുക എന്ന് നമ്മൾ പറയും. ഞാൻ എൻ്റെ ഒരു പരിധിയിൽ ഒതുങ്ങുന്ന എല്ലാ കാര്യങ്ങളും FM. ഇതെന്താണെന്ന് ചോദിക്കുന്നത്, ഇത് വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ ആക്കി വെച്ചതാണ്. ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എന്നെ കണ്ടിട്ട് ആളുകൾക്ക് വിഷമം തോന്നണമെന്നാണ് കരുതിയിട്ട് തിരിച്ചു വെച്ചതാണ്. നമ്മളെ കാണുമ്പോൾ വന്ന് കയറിക്കൂടാൻ വിഷമങ്ങളുള്ള കുറേ ആളുകളുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച ആൾ ഇയാളല്ല എന്ന് ചിന്തിച്ച് പോകുന്ന കുറേ ആളുകളുണ്ടാവും. FM കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഇങ്ങനെ വെറുതെ എന്നെ തന്നെ കണ്ട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് തിരിച്ചു വെച്ചതാണ്. അപ്പോൾ FM ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ മക്കൾ നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നവരോടൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, അതായത് ഞാനും നിങ്ങളും ഒക്കെ മുഖം കാണിച്ചു കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? ഞാനും നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. നമ്മളുടെ മക്കളെയൊക്കെ ശാസിക്കാറുണ്ട്. മൊബൈൽ അത്രത്തോളം ഉപയോഗിക്കാൻ പാടില്ല, ഏത് സമയത്ത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, പിന്നെ ബാഡ് ടച്ച് എന്ത്, ഗുഡ് ടച്ച് എന്ത്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ സർക്കാരുകളും ഒക്കെ ഘോരഘോരമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ബാഡ് ടച്ച്? ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്നു, വൈകുന്നേരമായി കഴിഞ്ഞ് രാവിലെ ആകുന്നത് വരെ ലൈവ് ചെയ്തിരിക്കുന്ന അമ്മമാർ മുഖം കാണിക്കാതെ ലൈവിൽ കയറാൻ പോകാൻ മടിയാണ്. അതെ, നമ്മൾ മുഖം കാണിക്കാത്ത പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ രാവിലെ നേരം വെളുക്കുന്നത് വരെ ഉറക്കം മുഴുവൻ ഒഴിച്ചു കളഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, പുതിയ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യണം.